Hi, Namaste. Welcome back, viewers. Welcome back to my channel, WinTrader. LNTയുടെ കഴിഞ്ഞ 2 ദിവസം കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയ സ്വിംഗ് ട്രേഡിങ്ങിലെ പെർഫോമൻസ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും LNTക്ക് നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് 2 ദിവസമായിട്ട് അപ് ട്രെൻഡ് പോയി നമുക്ക് ടോട്ടൽ 81 പോയിൻറ്റ്സോളം മാർക്കറ്റിൽ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം നമുക്ക് അപ് ട്രെൻഡ് ആയിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് LNT ബൈ ആണ്. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങി പിന്നെയും തിരിച്ചു കയറുകയുണ്ടായിരുന്നു. അവിടെ നിന്ന് 30 മിനിറ്റ്സിൽ നമുക്ക് ലാസ്റ്റ് കാണിച്ച സിഗ്നൽസിൻ്റെ അപ് ട്രെൻഡിൽ നമുക്ക് 82 പോയിൻറ്റ്സോളം നമുക്ക് ബൈ കയറി നിൽപ്പുണ്ട്. നമുക്കൊരു നല്ല റിട്ടേൺ 2 ദിവസമായിട്ട് അപ് ട്രെൻഡ് ആണ്. അപ്പോൾ സ്റ്റോക്കിൽ എടുക്കുന്നവർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇൻട്രാഡേ ആണെങ്കിലും നമുക്ക് പൊസിഷണൽ ട്രേഡ് ആണെങ്കിലും നമുക്കൊരു പറ്റിയ സ്റ്റോക്കാണ് LNT. ഇതിന് മുമ്പ് അതല്ല ഷോർട്ടിൽ ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ് ഇതൊക്കെ ഇൻട്രാഡേക്ക് നമുക്ക് കണ്ടിന്യൂവേഷൻ പോകുന്ന മാർക്കറ്റിൽ നമുക്ക് 30 മിനിറ്റ്സിലെ ടൈം ഫ്രെയിമിൽ നമുക്ക് തരുന്ന സിഗ്നൽസിൽ അതിനകത്ത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നല്ല റിട്ടേൺ എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നൊരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം ഞാൻ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ നമുക്ക് ഓപ്ഷൻസിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച 5 മിനിറ്റ്സിലെ ട്രേഡാണ്. അതിൽ നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ 5900 പുട്ടിൽ നമുക്ക് മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ പോർഷൻ നമുക്ക് റിട്ടേൺ എടുത്ത് ഒരു 152 നമുക്ക് കയറി 196 വരെ പോയിട്ടുണ്ട്. ഇപ്പം തിരിച്ച് പിന്നെ ഒന്നിറങ്ങി തിരിച്ച് രണ്ടാമത് കയറുന്നു. ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെ അവിടെ സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺ സൈഡാണ്. മോർണിംഗിൽ നമുക്ക് സെല്ല് വന്നതിന് ശേഷം മാർക്കറ്റ് സപ്പോർട്ട് അടിച്ച് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ച് 46 പോയിൻറ്റോളം ഡൗണിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രാഡേ ആയിക്കോട്ടെ, സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ, പൊസിഷൻ ആയിക്കോട്ടെ, എല്ലാ മാർക്കറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ വർക്കൗട്ടാണ്. ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് നമുക്ക് ഫേക്ക് ആയിട്ട് 3 അപ് ഡൗൺസും കണ്ടുപിടിക്കാം. അപ്പം ഈസിയാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം LNTയുടെ ഫസ്റ്റ് ട്രേഡ് ഞാൻ കാണിച്ചു തരാം. LNT 30 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതിൽ 5 മിനിറ്റ്സ് നമുക്ക് ഇൻട്രാഡേക്കാണ്, 15 മിനിറ്റ്സ് നമുക്ക് 2 ദിവസം ഹോൾഡ് ചെയ്യാൻ, 30 മിനിറ്റ്സ് നമുക്ക് ഒരാഴ്ച വരെ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 30 മിനിറ്റ്സിൽ നമുക്ക് അതിന് മുമ്പ് നമുക്കൊരു സെൽ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു, അത് കൺഫേം ആയില്ല. അത് കഴിഞ്ഞ് വന്ന ബൈ ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ കൺഫേം ആയിരുന്നു. അവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സിഗ്നൽ നമുക്ക് കിട്ടിയിരിക്കണം നമുക്ക് 13-ാം തീയതിയാണ് അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് കൊടുത്തത്. പക്ഷേ അവിടെ സിഗ്നൽ കൺഫേം ആയി നമുക്ക് കയറാൻ ശ്രമിച്ചിട്ട് ഒന്ന് തിരിച്ചിറങ്ങിയതിന് ശേഷമാണ് കയറിയിരിക്കുന്നത്. ഇവിടെ സെല്ല് തന്നിട്ടില്ല, അവിടെ ബൈ ഹോൾഡ് ചെയ്യാൻ നേരം പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, പക്ഷേ തിരിച്ചൊരു സെൽ ഇൻഡിക്കേഷൻ അവിടെ തരാത്തതുകൊണ്ട് തിരിച്ചത് കയറുമെന്ന് അവിടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ ധൈര്യമായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. അഥവാ നമ്മൾ എക്സിറ്റ് ചെയ്താലും തിരിച്ച് രണ്ടാമതൊരു ബ്രേക്കൗട്ട് റെസിസ്റ്റൻസിൽ കട്ട് ചെയ്തു അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, 2 ദിവസമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ബൈ ട്രേഡാണ്. 78 പോയിന്റോളം നമുക്ക് ബൈ സൈഡിൽ ഇപ്പോഴും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ട്രേഡ് നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ഇന്നലെയും നമുക്ക് ആക്ച്വലി അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ് ലേറ്റസ്റ്റ് വേർഷൻ്റെ 8.1. ഇതിൽ 1 അവറിൻ്റെ ടൈം ഫ്രെയിം നമ്മൾ വെക്കുന്നത് 1 അവറിൽ നമുക്ക് കുറച്ചുകൂടെ ലോങ് ടൈമിലേക്ക് ഒരു മാസം വരെയൊക്കെ ഹോൾഡ് ചെയ്യാനാണ്. ലാസ്റ്റത്തെ നമ്മുടെ LNTയുടെ 1 അവർ ചാർട്ട് പ്രകാരം നമുക്ക് നോക്കുകയാണ്. ലാസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് പെർഫോമൻസ് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സിഗ്നൽ പ്രകാരം നമുക്ക് 3-ാം തീയതിക്ക് കൊടുത്ത സിഗ്നലാണ്. ഈ മാസം ഫുള്ള് അപ് ട്രെൻഡ് ആയിരുന്നു. നമുക്ക് 213 പോയിന്റോളം നമുക്ക് മാർക്കറ്റ് കയറി നിൽക്കണം. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ 5 മിനിറ്റ്സ് നമ്മൾ സ്കാൽപ്പിംഗ് ട്രേഡാണ്. 5 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് എല്ലാ സിഗ്നൽ സക്സസ് ആവത്തില്ല, പക്ഷേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് സിഗ്നൽ കൺഫേം ആണ്. ഇപ്പോൾ ഒരു സെൽ ഇൻഡിക്കേഷൻ വന്നാൽ സിഗ്നൽ വരുന്ന സമയത്ത് താഴത്തെ കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും ഒരുമിച്ച് നമുക്ക് ഓക്കെ ആണ്, അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. പക്ഷേ നമുക്ക് ഈ അപ് ഡൗൺ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൺഫേം ആയാലും നമ്മൾ റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്തതിന് ശേഷമേ ട്രേഡ് എടുക്കാവും. ഇവിടുന്ന് സെല്ല് വന്ന ശേഷം കൺഫേം ആദ്യം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയത്, അവിടുന്ന് പിന്നെ ഒരു ഡൗൺ ആയിരുന്നു. ഇപ്പോൾ തിരിച്ചൊന്ന് കയറാൻ നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഇറങ്ങുന്നു. ഇനി അടുത്ത ഡേഡി സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ നമ്മൾ പ്രീമിയം ചാർട്ടാണ് 5900 ഞാൻ പൊട്ടി ഇവിടെ എടുത്തു വെച്ചിരുന്നത്. അവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് നല്ല രീതി 2-3 പ്രാവശ്യം അടിച്ച് കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. 2 ടാർഗറ്റ് ഇല്ലാതെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് തിരിച്ച് കയറുന്നു. ഇനി നെക്സ്റ്റ് ബ്രേക്കൗട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. റീ എൻട്രി ഇവിടെ തരും നമുക്ക്. ആ സമയത്ത് റീ എൻട്രി തന്നിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.